പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരം എത്തിയിരിക്കുന്നു. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പുതിയ ഒഴിവുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് നടത്തുന്നത്. ഉയർന്ന പ്രായപരിധി 50 വയസ്സ് വരെയാണ്. പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നത് 51,600 വരെയാണ്. അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഈ അവസരം നഷ്ടപ്പെടുത്താതെ വീഡിയോ മുഴുവനായി കാണുക. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും കൂടാതെ ഇതുപോലുള്ള ഇൻഫർമേഷൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ തസ്തികയുടെ മുഴുവൻ വിവരങ്ങളും അറിയാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, പ്രായപരിധി, ശമ്പള സ്കെയിൽ, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ വിശദ വിവരങ്ങൾ കാണാം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്ലാനർ കൺസൾട്ടന്റ് തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത്. ഈ നിയമനം നടത്തുന്നത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അതായത് CMD മുഖേനയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ആകെ ഒഴിവുകൾ 3 എണ്ണമാണ്. നിയമന രീതി കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ്. പ്രോജക്റ്റിന്റെ ആവശ്യകതയും സർക്കാർ അനുമതിയും അടിസ്ഥാനമാക്കി കാലാവധി നീട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറയുന്നത് 2026 ഫെബ്രുവരി 27 വൈകിട്ട് 5 മണി വരെയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് CMDയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് മാത്രമാണ്. ഇനി നമുക്കിതിൽ അപേക്ഷിക്കേണ്ടതായ യോഗ്യതയും എക്സ്പീരിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലാനർ കൺസൾട്ടന്റ് തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് കൺട്രി പ്ലാനിങ്ങിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ നിർബന്ധമാണ്. ഇതുകൂടാതെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയായിട്ട് പറയുന്നത് പരമാവധി 50 വയസ്സാണ്. പ്രായം, യോഗ്യത, എക്സ്പീരിയൻസ് എന്നിവ കണക്കാക്കുന്നത് 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ്. യോഗ്യതയുള്ളവർക്ക് മികച്ച ശമ്പളവും സർക്കാർ മേഖലയിലെ പരിചയവും നേടാനുള്ള വലിയൊരു അവസരമാണിത്. ഈ ഒരു തസ്തികയ്ക്ക് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 51,600 രൂപ വരെയാണ്. ഈ ഒരു തസ്തികയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് നടത്തുന്നത് എഴുത്തു പരീക്ഷയിലൂടെയാണ്. ഇതുകൂടാതെ ഇന്റർവ്യൂവും മറ്റ് അനുയോജ്യമായ മാർഗങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഏത് രീതിയിലുള്ള സെലക്ഷൻ മെത്തേഡ് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം LSTDക്കും SMDക്കുമാണ്. അതിനാൽ അപേക്ഷകർ ആവശ്യമായ രേഖകളും യോഗ്യതയും ഉറപ്പാക്കേണ്ടതാണ്. ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് CMDയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം പ്ലാനർ കൺസൾട്ടന്റ് നോട്ടിഫിക്കേഷൻ തുറക്കുക. അപ്ലൈ ഓൺലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക. ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യുക. അവസാന തീയതിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2026 ഫെബ്രുവരി 27 വൈകിട്ട് 5 മണിക്ക് ശേഷം അപേക്ഷ സ്വീകരിക്കുന്നതല്ല. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രധാന നിർദ്ദേശങ്ങളായിട്ട് പറയുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ജോലി കാലയളവ്, ഡെസിഗ്നേഷൻ, ഡ്യൂട്ടീസ് എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇതുകൂടാതെ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ റദ്ദാകും. അപ്ലിക്കന്റ് ഇന്ത്യൻ പൗരനായിരിക്കണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. മാർക്ക് ലിസ്റ്റ് മാത്രം മതിയാകില്ല. ഇതുകൂടാതെ ബ്ലർ ആയതോ പഴയ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അപേക്ഷ റിജക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും ഇമെയിൽ അല്ലെങ്കിൽ SMS വഴി അറിയിപ്പ് ലഭിക്കുക. പ്ലാനർ കൺസൾട്ടന്റായി സർക്കാർ മേഖലയിൽ ഒരു മികച്ച അവസരമാണിത്. ആവശ്യമായ യോഗ്യതയും പരിചയമുള്ളവർ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. സർക്കാർ മേഖലയിലുള്ള മികച്ച കരിയർ സാധ്യതയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുകൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരിക. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.